മുനമ്പത്തിന്റെ ഈ ഒരു മാറ്റം, അതായത് മുനമ്പത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പം ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയങ്ങളിലേക്കാണോ ഇതെല്ലാം ചെന്നെത്തുന്നത്? സത്യത്തില് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രസിഡന്റ് ഇതിൽ ഒപ്പിട്ട സമയത്ത് തന്നെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ പലവിധ ഇന്റൻഷനുള്ള ആൾക്കാരൊക്കെയാണ് ഭരണത്തിലും കാര്യത്തിലും ഇരിക്കുന്നത്. അവർ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ജനതയ്ക്ക് പ്രാക്ടിക്കലി അവർക്ക് അവരുടെ അവകാശം തിരിച്ചു കിട്ടി എന്ന് ബോധ്യമാവുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രീ ആയി കഴിഞ്ഞു. കാരണം ഈ വഖഫ് ആക്ടില് 9 സെക്ഷനുകളാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ 3ാമത്തെ സെക്ഷൻ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് സെൻട്രൽ വഖഫ് കൗൺസിലിനെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച റൂൾസ് മാത്രമാണ് സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള 8 സെക്ഷനെയും സംബന്ധിച്ച റൂൾസുകൾ ഉണ്ടാക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകൾ ആണ്. അപ്പോൾ ഈ ഭേദഗതിയിൽ, ഈ നിയമത്തിന്റെ ഭേദഗതിയിലൂടെ വന്നതിനനുസരിച്ചിട്ടുള്ള ചട്ടങ്ങൾ, റൂൾസ് നമ്മുടെ കേരള സർക്കാർ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഇപ്പോൾ വരാൻ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തിന് പരിഹാരം ഉള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ സർക്കാർ അത് ഇതുവരെയും പഠിച്ചിട്ടില്ല, ഈ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതലേ വ്യക്തതയുള്ളതാണ്. അതായത് ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതൽ വ്യക്തതയുള്ളതാണ്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്, വഖഫ് ഭേദഗതി നിയമത്തിൽ ഇനി എന്ത് ഭേദഗതി വന്നാലും ഇവർക്ക് റവന്യൂ അവകാശങ്ങൾ നൽകരുത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിന് പകരം അദ്ദേഹത്തിന് പറയായിരുന്നു, ഞങ്ങൾ ആ വിഷയം പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് ഞങ്ങളൊരു മറുപടി പറയാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെ. അതിന് പകരം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ സ്റ്റാൻഡ് നേരത്തെ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? ശ്രീ സ്റ്റാൻലി ദേവൻ, ഈ ഒരു മുഖ്യമന്ത്രിയുടെ നിലപാട് കേൾക്കാമോ? മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്നലെ. വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് മുനമ്പത്തെ ജനതയ്ക്ക് ഒരു ഗുണവും പ്രത്യേകിച്ച് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് ഇനി അർത്ഥം? ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ ഇത് നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം കേരള സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന ഒരു തരിയെങ്കിലും വിശ്വാസമുണ്ടോ താങ്കൾക്ക്? ഇതിൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഈ റൂൾസ്, ഈ ഭേദഗതിക്ക് അനുസരിച്ചുള്ള റൂൾസ് സർക്കാരിന് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാരിന് ഈ സെക്ഷൻ 2A അതിനെ പറ്റിയിട്ടുള്ള റൂളുകൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. മാറ്റം വരുത്തിയേ പറ്റൂ. പക്ഷെ അത് അതിന്റെ സത്തയ്ക്ക് ഉൾക്കൊള്ളാത്ത വിധത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. 2, അവർ റൂൾ ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ മുനമ്പം ജനതയ്ക്ക് ഈ 16-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തന്നെ ഒരു നിവേദനം കൊടുക്കുകയും 16-ാം തീയതി സുപ്രീം കോടതി ഈ ഇംപ്ലിമെന്റേഷൻ, ഈ വഖഫ് പുതിയ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുകയാണ് എങ്കിൽ സർക്കാരിന് അത് തന്നെ ഒരു കാരണമായി പറയാൻ പറ്റും, ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ നിവേദനം ഇപ്പോൾ പരിഗണിക്കാൻ സാധ്യമല്ല. അപ്പോൾ 16-ാം തീയതിക്ക് ശേഷം മുനമ്പത്തെ ജനങ്ങൾ ഒരു നിവേദനം കൊടുക്കണം മുഖ്യമന്ത്രി. ഇതാണ് പുതിയ നിയമത്തിന്റെ ഭേദഗതി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് മോചനം ലഭിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ റവന്യൂ അവകാശം തിരികെ തരണം എന്ന് ഒരു നിവേദനം കൊടുക്കണം. അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഇവര് ഈ നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അവർക്ക് റവന്യൂ അവകാശങ്ങൾ നൽകാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ഇന്നലെ ഞാൻ പഠിച്ചത്. കാരണം ഇതുവരെ ആ വിഷയങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു അഭിപ്രായം. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നിലപാട് അങ്ങനെയായിരുന്നല്ലോ ഇതിനു മുമ്പും. അതെ, അപ്പോ തീർച്ചയായിട്ടും ഒരു നിവേദനം കൊടുക്കണം, സർക്കാർ തരാതിരിക്കട്ടെ.
അവർക്ക് അടുത്ത ഹൈക്കോടതിയിൽ പോകണം റിട്ടുമായിട്ട്. ഞങ്ങൾക്ക് തരേണ്ട അവകാശം തരുന്നില്ല. അപ്പോ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ 2A എന്താണ് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചൊരു വിധി പറയുമല്ലോ. ഈ 2A പ്രകാരം മുനമ്പത്തിന് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്, അഥവാ സിംഗിൾ ബെഞ്ച് മുനമ്പത്തിന് അനുകൂലമായിട്ട് ഇങ്ങനെ അവർക്കൊരു രക്ഷാമാർഗമുണ്ട് പുതിയ ഭേദഗതിയിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകും, അവിടെയും പോകണം. ഇനി അഥവാ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞാലും നമ്മുടെ ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്ന അക്രമികൾക്ക് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഖജനാവിലെ പൈസയും കൊണ്ട് സുപ്രീം കോടതി നേരെ പോയ ആൾക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ അപ്പോൾ സുപ്രീം കോടതിയിലും പോകും. അതുകൊണ്ട് മുനമ്പൻ ജനത ഒരു സുപ്രീം കോടതി വരെയുള്ള ഒരു നിയമയുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതാണ്. അവിടെ കൊണ്ടേ ഈ വിഷയം പരിഹരിക്കാൻ പറ്റൂ. കാരണം ഭരണപക്ഷമോ പ്രതിപക്ഷമോ മുസ്ലിം ലീഗോ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനമ്പത്തിനുണ്ടായ ഈ അനുകൂലമായ ഒരു സാഹചര്യം അനുവദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തിന് പരിഹാരം ഇല്ല എന്ന തെറ്റിദ്ധാരണ ജനങ്ങളുടെ വ്യാപിപ്പിക്കുക. അതിനുശേഷം അവർക്ക് ഒരു പ്രശ്ന പരിഹാരവുമായി സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒക്കെ അന്ന് ഈ ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസംബ്ലിയിലെ റെസൊല്യൂഷൻ പാസാക്കിയ അതേ യൂണിറ്റിയോടുകൂടി അവർക്ക് ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരു മേശയ്ക്ക് ഇരുന്ന കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മുനമ്പത്തെ ജനതയ്ക്ക് ഈ വസ്തു വിട്ടുകൊടുക്കാം എന്നും അതിന് ഒരു വഖഫ് ബോർഡിന് കോമ്പൻസേഷനായി വേറെ എവിടെയെങ്കിലും ഈ ഇവിടെ ഉള്ള 135.11 നിയമപരമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം പറവൂർ കോടതിയുടെ വിധി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം ഒരു 500 ഏക്കർ കാസർഗോഡോ മറ്റോ കൊടുക്കാം, ആർക്കും നഷ്ടം വരില്ലല്ലോ. അപ്പൊ വഖഫ് ബോർഡ് ഹാപ്പി, ഇവിടുത്തെ ജനങ്ങൾ ഹാപ്പി ആവും. പക്ഷേ ഇത് നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു കുറ്റമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഇതിൽ ഇടപെടുന്നതായിരിക്കും. അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇതില് അവസാന തീരുമാനം ഇനിയും ഒരു കോടതിക്ക് മാത്രമേ എടുക്കാൻ സാധിക്കൂ എന്നാണ് എന്റെ ബലമായ വിശ്വാസം. താങ്കൾ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുനമ്പത്തെ ജനതയ്ക്ക് ഒരു നീതി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് അല്ലെ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സംഭാഷണം വളരെ അപക്വമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ വിഷയം പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഞങ്ങൾ തീരുമാനം നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു, ഞങ്ങൾ കൊടുത്തില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു അതിനാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കും. ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ഡിവിഷൻ ബെഞ്ച് ഈ ജുഡീഷ്യൽ കമ്മീഷന് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് വയ്ക്കുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ സർക്കാർ യാതൊരുവിധ തീരുമാനവും എടുക്കാൻ പാടില്ല എന്നും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ പെർമിഷൻ വാങ്ങണം എന്നും പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ബെഞ്ച് വിധിയെ സെറ്റ് അസൈഡ് ചെയ്തിട്ടില്ല, സ്റ്റേ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പാസ്സാക്കിക്കൊണ്ട് വരുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവായിരിക്കും പൊങ്ങി നിൽക്കുക. സിംഗിൾ ബെഞ്ച് എന്താണ് പറഞ്ഞത്? ഈ വിഷയം വഖഫ് ട്രൈബ്യൂണലിൽ പരിശോധിച്ചു വരികയാണ്. അപ്പോൾ വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റൊരു അതോറിറ്റിക്കും ആ വിഷയം പരിശോധിക്കാനോ അതിലൊരു അഭിപ്രായം പറയാനോ പാടില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും സിംഗിൾ ബെഞ്ചിന്റെ ആ കണ്ടെത്തൽ ഇനി ഭാവിയിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്തായാലും ശരി അത് ഉയർത്തിപ്പിടിക്കും. കാരണം ഞാൻ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വാദം കംപ്ലീറ്റും കണ്ട ആളാണ്. സർക്കാർ അവിടെ വാദിച്ചത് ഇതാണ്, അഥവാ ഇപ്പോൾ ഈ ട്രൈബ്യൂണലിന് മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, വഖഫാണോ അല്ലയോ എന്ന്. അഥവാ ഭാവിയിൽ ഇതൊരു വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 610 കുടുംബങ്ങളെ ഞങ്ങൾക്ക് പുനരധിവസിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോഴേ തന്നെ ഞങ്ങൾ ഒരു പഠനം നടത്തി കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി വയ്ക്കുന്നതിൽ എന്താണ് തെറ്റ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവായി ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണം. ഞങ്ങൾ ഈ കോടതി പറയുന്നത് വരെ അതിൽ ഒരു ആക്ഷനും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രാമേന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം തരുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. രാമേന്ദ്രൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം തരാനുള്ള ഒന്നും തന്നെ വഖഫ് ആക്ടിൽ ഇല്ല, ഇപ്പോഴത്തേലും ഇല്ല, മുൻപുണ്ടായിരുന്നതിലും ഇല്ല. ഇത് തികച്ചും തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യങ്ങൾ നിയമപരമായിട്ട് നടപ്പിലാക്കണം എന്നിവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാ പാർട്ടികൾക്കും അവരുടെ പാർട്ടിപരമായ അവരുടെ നിലപാടുണ്ടല്ലോ. അതാണ് ഇപ്പൊ ഹൈബിയുടെ തന്നെ മുനമ്പത്തുകാർക്ക് എതിരായിട്ടല്ലേ വോട്ട് ചെയ്തു.
അപ്പൊ എല്ലാവർക്കും അവരുടെ പാർട്ടിയുടെ നിലപാടുകളാണ് ശരി. മുനമ്പത്തെ ജനത രക്ഷപ്പെടണമെന്നോ വേണ്ടിയോ എന്ന് ഇതിൽ ആർക്കും തന്നെ ഒരു അഭിപ്രായമില്ല. ഇപ്പൊ BJPക്ക് മാത്രം ആ ഒരു അഭിപ്രായമായിട്ട് അവരെ മാത്രമാണ് ഈ മുനമ്പത്തെ ജനതയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും നിഷ്പ്രയാസം ഈ പറഞ്ഞ 10 മിനിറ്റിനകത്ത് തന്നെ അവർക്ക് പരിഹാരം കൊടുക്കാം എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എങ്കിൽ തന്നെയും അവരെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല, BJP ഒഴികെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും ഒരു നിയമ യുദ്ധം നടത്തിയാൽ മാത്രമേ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കൂ. പക്ഷെ തീർച്ചയായിട്ടും അവർ ഇനി വളരെ നല്ല സ്ട്രോങ് പൊസിഷനിലായി അവർക്ക് 100% അവരുടെ അവകാശങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തികച്ചും ലഭ്യമായിരിക്കുന്നതാണ്.